ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ സ്പോൺസേഴ്സിലേക്ക് അന്വേഷണം. 2019 വാതിൽ പാളികളിൽ സ്വർണം പൂച്ചിയത് സ്പോൺസർ ഗോവർദ്ധൻ എന്ന ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗോവർദ്ധനിൽ നിന്ന് SIT വിവരങ്ങൾ തേടും. MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത്. പറയൂ പ്രതീഷ്. ISKN ശബരിമല സ്വർണ്ണമോഷണത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നുവെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 2019 മാർച്ച് മാസത്തിൽ ശബരിമലയിലെ വാതിൽപ്പാളികളും ഈ കട്ടിളപ്പടിയും സ്വർണം പൂശാനായി കൊടുത്തുവിട്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇത് കൊണ്ടുപോയത്. പക്ഷേ ഈ അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന കമ്പനിയുടെ രേഖപ്രകാരം ഇത് സ്പോൺസർ ചെയ്ത് ഇതിൽ പൂശാനുള്ള സ്വർണം സ്പോൺസർ ചെയ്തത് ഗോവർദ്ധൻ എന്നുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ വ്യക്തിയെക്കുറിച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കോ നിലവിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിക്കോ കൃത്യമായ അറിവില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു പേര് മാത്രമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് ഈ സ്വർണം പൂശാനായി ഈ സ്വർണം സംഭാവന ചെയ്ത ഗോവർദ്ധനെ കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കുന്നുവെന്നതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വാതിൽപ്പാളുകളിൽ സ്വർണം പൂശാൻ 512 ഗ്രാം സ്വർണം ഈ ഗോവർദ്ധൻ നൽകി എന്നതാണ് സ്മാർട്ട് ക്രിയേഷൻ CEO ഈ ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴി. അങ്ങനെയെങ്കിൽ വാതിലിൽ 321.6 ഗ്രാമും കട്ടിളപ്പടിയിൽ 184 ഗ്രാമും സ്വർണം പൂശിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ പൊതിഞ്ഞ കട്ടിളപ്പടിയിലും ഈ വാതിൽപ്പാളികളിലുമുള്ള സ്വർണം ഉരുക്കിയെടുത്തു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്പോൺസർ മുഴുവൻ സ്വർണവും കൈമാറിയെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന നേരത്തെ പൊതിഞ്ഞിരുന്ന സ്വർണം അപഹരിച്ചിട്ടുണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ ഗോവർദ്ധന്റെ പക്കൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്താനാണ് SITയുടെയും തീരുമാനം. ഇടനിലക്കാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നത് എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് നിലവിൽ അന്വേഷണ സംഘത്തിനും ഉള്ളത്. 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന ഘട്ടത്തിലും അത്തരത്തിലൊരു ഈ അപഹരണമാണ് നടന്നിട്ടുള്ളത്. കാരണം അതിൽ ഉണ്ടായിരുന്ന ഈ സ്വർണം പൊതിഞ്ഞ ആ സ്വർണം ഉരുക്കിയെടുക്കുകയും വളരെ ചെറിയ അളവിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന രീതി, അത്തരത്തിൽ സ്വർണം അപഹരിക്കുന്ന ഒരു ഇടപാടാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു നിഗമനത്തിലാണ് എന്തായാലും അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.